ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യാശയുടെ തീർത്ഥാടകരായി പോകേണ്ട ഇന്നത്തെ മക്കൾ എത്രത്തോളം നാശത്തിലൂടെയാണ് പോകുന്നതെന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിന്ന്. അതായത് പ്രത്യാശ, പ്രതീക്ഷ, വിശ്വാസം, സ്നേഹം എന്നിവ വളരെ വിലപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, ദൈവിക മൂല്യങ്ങളാണ്. എത്രയോ മാതാപിതാക്കളാണ് മക്കളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മക്കളാണ് മാതാപിതാക്കളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഭർത്താക്കന്മാരാണ് ഭാര്യ ഓർത്ത് വിലപിക്കുന്നത്. എത്രയോ ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ ഓർത്ത് വിലപിക്കുന്നത്. ഇങ്ങനെ പരസ്പരം വിശ്വസ്തയോടെ പോയിട്ട് അവസാനം അവിശ്വസ്തത ലഭിച്ചതിൻ്റെ ഫലമായി ഒത്തിരി വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളോടൊന്ന് ആവശ്യപ്പെടുകയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കുന്ന തലമുറ എത്രയോ വിപത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മയക്കുമരുന്ന്, അതുപോലെ തന്നെ മദ്യങ്ങളുടെ ദുരുപയോഗങ്ങൾ, ഭോഗാസക്തിയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മനുഷ്യരെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും സ്നേഹവും നമുക്കുണ്ടായെങ്കിലേ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ. കാരണം പ്രത്യാശ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ മൂലക്കല്ലായി നാം കാണേണ്ടതുണ്ട്. അവൻ പ്രത്യാശ വച്ച് പിതാവ് തന്നെ ഏൽപ്പിച്ച കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അവന് പ്രത്യാശയുണ്ടായിരുന്നു, പ്രത്യാശയുടെ പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രതീക്ഷയുടെ ഫലമായി അവനിൽ വിശ്വാസമുണ്ടായിരുന്നു പിതാവിൽ. ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയായ സ്നേഹം അവൻ കാൽവരി കുരിശിലൂടെ സമർപ്പിച്ച് ഉദ്ധിതനായി തീർന്നുകൊണ്ട് ഇന്നും നമ്മോടൊത്ത് പിതാവിൻ്റെ വലതുഭാഗത്തിലൂടെ നമ്മളെ സംരക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ പരിപാലിക്കുന്നു. അതിനാൽ സ്നേഹമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ വിശ്വാസത്തെ എങ്ങനെ വീണ്ടെടുക്കാം? സെഹ്യോൻ ഊട്ടുശാലയിലേക്ക് ദൈവം നമ്മുടെ ചിന്തയെ കടത്തിവിടുകയാണ്. ഒരമ്മ കുഞ്ഞിനെ പാൽ ഊട്ടുന്നത് പോലെ അനേകം നാൾ ഊട്ടി വളർത്തിയ കൈകളില്ലാതായി തീർന്നപ്പോൾ, ശിഷ്യന്മാർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഇവർ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും അതുപോലെ തന്നെ സ്നേഹമുള്ളവരായി തീരുകയുണ്ടായി. ഈ അവസരത്തിൽ നമ്മുടെ മക്കൾക്ക് ഈ ഒരു പ്രാർത്ഥന ഉണ്ടാവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ശക്തി പ്രാപിക്കാൻ കഴിയും. വളരെ ഗൗരവമായി ചിന്തിക്കുക എല്ലാവരും. നമ്മുടെ മക്കൾ പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെടലുണ്ടെങ്കിലേ പ്രാർത്ഥന ശക്തി ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിയുള്ളൂ. വളരെ ഗൗരവമാണ്. മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ ഇനി ഉണ്ടാവും തോന്നുന്നില്ല, മക്കളെ നോക്കുന്ന മാതാപിതാക്കൾ പോലും ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിച്ച് ഈ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം എല്ലാവരെയും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം. കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്ന